നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇനി വരുന്ന ഘട്ടങ്ങളിൽ 10th പ്രിലിംസ് പരീക്ഷ എഴുതേണ്ടവർ നോക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 100 മുൻവർഷ ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ശ്രീ യു ഷറഫലിയാണ്. യു ഷറഫലി. ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഷെയ്പ്പാണ്. ഷെയ്പ്പ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2021 പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 NS മാധവൻ. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിന്റെ കൃതികളിൽ പെടാത്തത് ഏത്? കൃതികളിൽ പെടാത്തത് നിഴലുറങ്ങുന്ന വഴികളാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ എന്നിവ സേതുവിന്റെ കൃതികളാണ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓഗസ്റ്റ് 23 ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. തെറ്റിക്കാൻ വേണ്ടി K രാമകൃഷ്ണപിള്ളയുടെ പേര് തന്നിട്ടുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണെന്ന് ഓർക്കുക. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് 3ാമത്തെ പ്രസ്താവനയാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. ഇപ്രകാരം പറഞ്ഞതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിളിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചതും വൈകുണ്ഠസ്വാമികളാണ്. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ്. ഗോദാവരി. അടുത്ത ചോദ്യം, പടിഞ്ഞാറൻ തീര സമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? ബന്ധമില്ലാത്തത് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു, താരതമ്യേന വീതി കൂടുതൽ. ഇത് രണ്ടുമാണ് ബന്ധമില്ലാത്തത്. ഇത് രണ്ടും കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ടതാണ്. പടിഞ്ഞാറൻ തീര സമതലം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളം ആ ഭാഗമൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ചത് 1853 1853. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഝാറിയയാണ്. ഝാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കുശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. കരിമ്പുൽപാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ് ആണ്. ഉത്തർപ്രദേശ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCERT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCERT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ
10th പ്രിലിംസിന്റെ 2ാം ഘട്ടം കഴിഞ്ഞു. ആ 2ാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ ഉൾപ്പെടുന്നു? ദേശീയ ജലപാത 3 ഇപ്പോൾ കൊല്ലം മുതൽ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായി വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ ആര്? യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? അല്ലാത്തത് ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നതാണ്. പുനഃസ്ഥാപന ശേഷിയുണ്ട്, അതുകൊണ്ട് ശുഷ്കമായി കൊണ്ടിരിക്കുന്നില്ല. ചെലവ് കുറവാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഇത് 3ഉം കറക്റ്റാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാണ്. ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് ഈ വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അനുച്ഛേദം 21A. അനുച്ഛേദം 21A. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗം? ഭാഗം 4A ആണ്. ഭാഗം 4A. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേമാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. കൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. നീളവും വീതിയും ചോദിച്ചാൽ 3:2, തിരിച്ച് വീതിയും നീളവും ചോദിച്ചാൽ 2:3. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷത്തിൽ? 1993 ഒക്ടോബർ മാസം 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഏത് വർഷത്തിലാണ്? വിവരാവകാശ നിയമം 12 ഒക്ടോബർ 2005 നിലവിൽ വന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏത്? അനുച്ഛേദം 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 21. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്? ദേവനാഗിരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ദേവനാഗിരി ലിപി. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗോത്ര കലാപങ്ങളിലെ കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? കുറിച്യ കലാപം ഈ ഇടയായിട്ട് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് നോക്കി വെച്ചേക്കാം. രാമനമ്പിയാണ്. രാമനമ്പി. ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഏത് രാജ്യമാണ്? ബ്രസീലാണ്. ബ്രസീൽ. അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകാൻ ലക്ഷ്യമിട്ട് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏത്? വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? 1919. 1919. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ വെളിപ്പെടുത്തുന്ന ചോർച്ചാ സിദ്ധാന്തം ആരുടെ സംഭാവന? ദാദാഭായ് നവറോജിയുടെ സംഭാവനയാണ് ചോർച്ചാ സിദ്ധാന്തം. സാരേ ജഹാൻ സെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനത്തിന്റെ രചയിതാവാര്? ഉറുദു ഗാനമാണ്. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ.
സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ സാമ്പത്തികമായ ആധുനികവൽക്കരണത്തിൽ സുപ്രധാന പങ്കുവഹിച്ച ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ്? ഭക്രാനങ്കലാണ്. ഭക്രാനങ്കൽ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാമെന്ന ബ്രിട്ടീഷ് കരിനിയമത്തിന്റെ പേര് എന്ത്? റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ടിൽ പ്രതിഷേധിച്ചാണ് സമരക്കാർ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര്? PT ഉഷയാണ്. PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം 2017. 2017 കൊച്ചി മെട്രോ നിലവിൽ വന്നത്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി, ഭവാനി, പാമ്പാർ. ഇവിടെ ഓപ്ഷൻ ബി പാമ്പാർ തന്നിട്ടുണ്ട്. പാമ്പാറാണ് ഉത്തരം. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി. ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിതയാര്? നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മ. ദേശീയ പുരസ്കാരമാണ് ലഭിച്ചത്. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ല? ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. വരയാട് ഏത് സംസ്ഥാനത്തിന്റെ സംസ്ഥാന മൃഗമാണ്? തമിഴ്നാട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? അരുവിപ്പുറത്താണ് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1924. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ധീവര സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? അരയ സമാജമാണ്. അരയ സമാജം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂര് വരെ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കെ കേളപ്പൻ. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്കാണ്. നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏത്? പാരീസ് ആണ്. പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അടുത്ത സയൻസ് ആണേ. താഴെ തന്നിരിക്കുന്ന ജീവകങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഇവിടെ 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കിയെല്ലാം ശരി. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകമാണ് ജീവകം A. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന ജീവകം E. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം K ആണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്തത് തെറ്റായിട്ടുള്ള പ്രസ്താവന 4 മാത്രം. 4 എന്തുകൊണ്ട് തെറ്റി? ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ C ആണ്. വിറ്റാമിൻ C. വിറ്റാമിൻ B
ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തൽ, ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ബി ആണ്. ജീവകം ബി. ധാന്യങ്ങളുടെ തവിടിലും മുട്ടയിലും പാലിലും ചേമ്പിലയിലും ഒക്കെയാണ് വൈറ്റമിൻ ബി ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. ജീവകം സി ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഏതിലൊക്കെയാണ്? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ മുതലായവയിലാണ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണെന്ന് പറഞ്ഞു. ജീവകം കെ. ഈ ജീവകം കെ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിൻ ഇ ആണെന്ന് പറഞ്ഞു. സസ്യ എണ്ണകളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഇ ആണ്. വിറ്റാമിൻ ഇ. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ലവണം ഏതാണ്? ഇരുമ്പാണ്. ഇരുമ്പ്. അടുത്ത ചോദ്യം, ഒരു ബാക്ടീരിയൽ പകർച്ചവ്യാധിയായ കുഷ്ഠം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഏത് രീതിയിലാണ്? സമ്പർക്കം മുഖേനയാണ്. സമ്പർക്കം മുഖേന. കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതി ഏത്? സ്നേഹസ്പർശം എന്ന പദ്ധതിയാണ്. സ്നേഹസ്പർശം. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ രക്തത്തിലെ ശ്വേത രക്താണുക്കൾ ഏതൊക്കെ? മോണോസൈറ്റും ന്യൂട്രോഫില്ലും ആണ്. മോണോസൈറ്റും ന്യൂട്രോഫില്ലും. പയർചെടിയുടെ സങ്കര ഇനം ഏത്? പയർചെടിയുടെ സങ്കര ഇനം ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മി. വനവിഭവം അല്ലാത്തത് ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നത് വനവിഭവം അല്ലാത്തത് മണ്ണെണ്ണയാണ്. പശ, കോലരക്ക്, തേൻ ഇവയൊക്കെ വനവിഭവങ്ങളാണ്. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം. അമ്ലമഴയ്ക്ക് കാരണമായ വാതകം സൾഫർ ഡൈ ഓക്സൈഡ്. സൾഫർ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. ശുദ്ധജലത്തിന്റെ pH മൂല്യം. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. 7. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആരുടെ സംഭാവനയാണ്? റൂദർഫോർഡിന്റെ സംഭാവനയാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിര്? സ്ഥിരം ചോദ്യം. സിങ്കിന്റെ അയിരാണ് കലാമിൻ. സിങ്ക്. ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? ഉത്കൃഷ്ടവാതകങ്ങൾ 18ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. 18. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത് ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. അത് ക്ലോറിൻ ആണ്. ജ്വലനത്തിന് സഹായിക്കുന്നു. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായി ഉപയോഗിക്കുന്നു. കൃത്രിമ ശ്വസനത്തിന് ഉപയോഗിക്കുന്നു. ഇവയൊക്കെ ഓക്സിജന്റെ ഉപയോഗങ്ങളാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു. ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് കാർമോയിസിൻ ആണ്. കാർമോയിസിൻ. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനത്തിന് പറയുന്ന പേര് ഭ്രമണമാണ്. ഭ്രമണ ചലനം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? രാകേഷ് ശർമ്മയാണ്. രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം അപവർത്തനം. അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ താപപ്രേഷണ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാ? ബാഷ്പീകരണമാണ്. ബാഷ്പീകരണം. ചാലനം, സംവഹനം, വികിരണം ഇവയൊക്കെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന വിവിധ രീതികളാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം. പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം കാറ്റ്, തിരമാല. കാറ്റ്, തിരമാല എന്നിവ പാരമ്പര്യേതര ഊർജ സ്രോതസ്സിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, ജീവിതരസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആര്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയുടെ പേരാണ് ജീവിതരസങ്ങൾ. ജീവിതരസങ്ങൾ. കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് കേരളസിംഹം എന്ന കൃതിയുടെ കർത്താവ്. ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരായിരുന്നു? ചന്ദ്രയാൻ 2 ആണ് K. ശിവൻ. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠന ശാഖ ആദ്യമായി ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി ആരംഭിച്ചത്. വിവരാവകാശ നിയമത്തിനായി പ്രയത്നിച്ച രാജസ്ഥാനിലെ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്?
അരവിന്ദ് പനഗരിയ. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് എന്ന്? GST നിലവിൽ വന്നത് 1 ജൂലൈ 2017. 1 ജൂലൈ 2017. 2019 ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ടോക്കിയോ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഉണർവ് എന്നതാണ്. ഉണർവ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. ഡെൽറ്റകൾ കാണപ്പെടുന്നു. കിഴക്കൻ തീര സമതലമാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പടിഞ്ഞാറൻ തീര സമതലത്തെ പറ്റിയാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏതാണ്? മുംബൈ ആണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം വരും. ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിനകത്തെ ചോദ്യങ്ങളൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. നന്നായിട്ട് തന്നെ നോക്കിയിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്ന് ഇപ്പോഴും ഓരോരുത്തരും ഡൗട്ടായിട്ട് ചോദിക്കും. ഒരു സംശയവും വേണ്ട, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന്റെ കോഴ്സ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 10th പ്രിലിംസ് ഫേസ് 2 റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.